മുഅ്മിനുകളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാൻ, ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ കൽപ്പനകളോടും തീരുമാനങ്ങളോടും ജീവിതത്തെ ബന്ധിപ്പിക്കുവാനും ക്രമീകരിക്കുവാനും ജീവിതത്തിലുടനീളം സമ്പൂർണമായ അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി പ്രവർത്തിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ റബീഉൽ ആഖിറിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ജുമുഅയാണ്. ഈ മാസം 4 ദിവസം ഇപ്പോഴായി. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ആശയങ്ങൾ ലോകത്തിന് സമർപ്പിച്ച പ്രവാചക ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഔന്നത്യം നിറഞ്ഞ ജീവിത സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു സന്ദർഭമാണ്. ഇമാം തുർമുദി ഉദ്ധരിച്ച ഒരു ഹദീസ് അതിൽ നിന്ന് ആരംഭിച്ചാൽ, നബി സഹാബികൾക്കിടയിൽ ഒരു കമ്പ് എടുത്തിട്ട് അത് വളച്ചപ്പോൾ ഒടിഞ്ഞു പോയി. അവരെല്ലാവരും അത് കണ്ടു. അതേ രൂപത്തിലുള്ള ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിനും അപ്പുറം കമ്പുകൾ ഒരുമിച്ച് ചേർത്തിട്ട് വളയ്ക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതൊരിക്കലും വളഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒടിയുകയും ചെയ്തില്ല. സഹാബികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? അപ്പോൾ അവർ മൗനം ധരിച്ചു. റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഇതുപോലെയാണ് എൻ്റെ ഉമ്മത്തുകൾ. അവരെ വളയ്ക്കാനോ ഒടിക്കാനോ കഴിയില്ല, പക്ഷെ അവർ ഒരുമിക്കുമ്പോൾ മാത്രമേ ഈ ശക്തി ഉണ്ടാവൂ. അത് ആദ്യ പാഠമായി പഠിപ്പിച്ച മദീനയിലെ ഒരു അധ്യാപനമാണ്. അപ്പോൾ അവരതിനു മുമ്പ് വിഭിന്നരായിരുന്നു. അത് പലപ്പോഴും ആ വിഭിന്നത പല ഘട്ടത്തിലും അവരിൽ നിന്ന് തലപൊക്കിയിട്ടുണ്ട്. അത് തബൂക്കിലേക്കുള്ള യാത്രാമധ്യേ 2 പേർ പരസ്പരമുണ്ടായ വളരെ ചെറിയ വാക്കുകളുടെ വ്യത്യാസത്തിൽ അവർ പോരടിക്കാൻ ശ്രമിച്ചു. ശത്രുക്കളായി പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് 2ാം വാക്കിന് എതിരാവുക. അങ്ങനെ വന്ന് പരസ്പരം അവർ ശത്രുക്കളായി കഴിഞ്ഞപ്പോൾ അതിലൊരാൾ മുഹാജിറുകളെ സഹായത്തിന് ക്ഷണിച്ചു. അപ്പോൾ മക്കയിൽ നിന്ന് വന്നവരാണ്. മറ്റേയാൾ അൻസാറുകളെയും വിളിച്ചു. അതൊരു വലിയ പ്രശ്നമാവുമല്ലോ. അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിതകാലത്തുടനീളം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ വളരെ ലളിതമാണ്, നിസ്സാരമാണ്. പക്ഷെ നമ്മളത് ലളിതമായി കാണാൻ ആരും ശ്രമിക്കാത്തത് കൊണ്ട് പർവ്വതീകരിച്ച് നമ്മുടെ എല്ലാ കഴിവുകളും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ 15 നൂറ്റാണ്ടിലെ ഇസ്ലാമിക ചരിത്രം നൽകുന്ന പാഠമാണ്. മൗലാന വഹീദുദ്ദീൻ ഖാൻ എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം യുവത ഇറക്കിയിട്ടുണ്ട്. അത് ചരിത്രം നൽകുന്ന പാഠം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മേടിച്ച് വായിക്കാം. അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ചരിത്രം നൽകുന്ന പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഒരു കാലത്തും പാഠം പഠിച്ചിട്ടില്ല എന്ന ദുഃഖമാണ് ഈ വിഷയത്തിൻ്റെ ആകത്തുക. ഈ സഹാബികൾക്കിടയിൽ അൻസാറുകളെയും മുഹാജിറുകളെയും വിളിച്ച് 2 പേരും നബി എങ്ങോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യം വച്ചോ ആ ലക്ഷ്യത്തിന് തടസ്സമായി. കാരണം ഇതിനിടയിൽ 2 ലക്ഷ്യം
നേർക്ക് നേരെ മുഖാമുഖം നിന്ന് പോർവിളി നടത്തിയാൽ നബിയുടെ ഉദ്യമം വിജയിക്കില്ല. അത് വളരെ കടുത്ത ദാരിദ്ര്യത്തിൻ്റെ ഒരു നാടുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയത്, നബി അതിവേഗം അവിടെ വിട്ട് മുന്നോട്ട് നീങ്ങി. അപ്പോൾ ഇവർ നിർബന്ധിതരായി നബിയോടൊപ്പം എത്തണം. അപ്പോൾ അവർ മത്സരിച്ച് നടന്നിട്ടും നബിയുടെ പിന്നിലെത്താൻ പോലും കഴിഞ്ഞില്ല. അത്ര ഓടുന്ന രൂപത്തിലെ അങ്ങനെ കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ നന്നായി. അപ്പൊ ശാന്തമായി. അപ്പൊ മധ്യസ്ഥ നടത്തുകയല്ല ചെയ്തത്, നബി അവരെ ക്ഷീണിപ്പിക്കുകയാണ്. അതാണ് ഉണ്ടായത്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ കേൾക്കുന്ന വളരെ സുപ്രധാനമായൊരായത്തുണ്ട്, വഅ്തസിമു ബിഹബിലില്ലാഹി ജമിയ. അതുകൊണ്ടാണ് ഉസൂലി പണ്ഡിതന്മാരൊക്കെ ഖുർആനിന് നൽകിയ നിർവചനത്തിൽ എന്താണ് ഖുർആൻ? ഹബിലുല്ലാഹിൽ മത്തീൻ അല്ലെങ്കിൽ അൽ മംദൂദു മിനസ്സമായി ഇലൽ അർദ്. നമ്മുടെ അക്കീദയുടെ കിതാബുകളിലൊക്കെ ഇമാം തഫ്താസാനിയെ പോലുള്ളവർ നൽകിയ അർത്ഥവിവക്ഷ അങ്ങനെയാണ്. ആകാശ ലോകത്തു നിന്ന് ഭൂതലത്തിലേക്ക് നീട്ടപ്പെട്ട ഒരു വചനം, അതാണ് ഖുർആൻ. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കയറ്, പാശം. ഹബിലിന് കയറ് എന്നാണ് പറയുന്നത്. തബ്ബത്ത് യദാ അബീ ലഹബ് എന്ന സൂറത്തില് ഫീ ജീദിഹാ ഹബിലുൻ മിൻ മസദ്. അപ്പൊ കയറ് കഴുത്തിലുണ്ടാകുന്ന ഒരു ഘട്ടത്തെ കുറിച്ച് അബൂലഹബിന്റെ ഭാര്യയെ വിവരിച്ചപ്പോൾ ഖുർആനിലെ ആയത്ത് ഉപയോഗിച്ചത് ഹബിലാണ്. അപ്പൊ ഈ ഹബിലുല്ലാഹിൽ മത്തീൻ, വളരെ വിശാലമായി താഴ്ന്നു കിടക്കുന്ന അള്ളാഹുവിന്റെ പാശ, അത് ഖുർആനിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ ഉദ്ധരിച്ച ഒരു വാക്കാണ് എന്ന കാര്യത്തിൽ ഉസൂലി പണ്ഡിതന്മാർക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞത് അത് ഖുർആനാണ്. അപ്പൊ മുസ്ലിം ലോകം എന്താ ചെയ്യേണ്ടത്? വഅ്തസിമു ബിഹബിലില്ലാഹി ജമിയ. നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ, ഹബിലിനെ നിങ്ങൾ മുഴുവൻ പേരും മുറുകെ പിടിക്കണം. അപ്പൊ നിങ്ങൾ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളെ ആശ്രയിച്ച് ബലത്തോടു കൂടി പിടിച്ച് നിങ്ങളോടൊപ്പം നിർത്തുന്ന ഒരേ ഒരു കിതാബ് ഖുർആനാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മുസ്ലിം ലോകം അള്ളാഹുവിന്റെ ഈ കലാമിനെ മുറുകെ പിടിക്കും. അങ്ങനെ മുറുകെ പിടിച്ചാലോ അത് ഹജ്ജത്തുൽ വിദാഅ്, ഹിജ്റയുടെ 8-ാം വർഷം അല്ലെങ്കിൽ 9-ാമത്തെ വർഷം ആരംഭം. അള്ളാഹുവിന്റെ റസൂല് അറഫയിൽ വച്ച് സഹാബികളെ ബോധ്യപ്പെടുത്തിയ ശേഷം അവരോട് പറഞ്ഞൊരു വാചകം, നിങ്ങൾക്ക് ഞാൻ 2 ഹദീസാണ്, ഇത് രണ്ടും നമ്മൾ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ബുഖാരി ഉദ്ധരിച്ച ഹദീസില്, സഹീഹുൽ ബുഖാരിയിൽ ഇതാണ് പറഞ്ഞത്, തറക്തു ഫീകും മാ ലൻ തളില്ലു ഇൻ തമസ്സക്തുമൂഹു കിതാബല്ലാഹ്. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളെ ചുമതലപ്പെടുത്തി ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. അതിനേക്കാൾ ഭംഗി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ ഒരു കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. അങ്ങനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും മാർഗഭ്രംശം ഉണ്ടാവുകയില്ല, വഴി തെറ്റിപ്പോവില്ല. നിങ്ങൾ ഒറ്റ ശക്തിയായി തന്നെ ലോകത്ത് അവശേഷിക്കും. വിശുദ്ധ ഖുർആനിൽ 25 നബിമാരെ പ്രതിപാദിക്കുന്നുണ്ട്. അത് നബിയെ ഒഴിവാക്കിയാൽ ബാക്കി 24 പേരുണ്ട്. ആ 24 അംബിയ മുർസലുകളുടെയും ജീവിതകാലം നബിയുടെ ഉമ്മത്തുകൾക്ക് പഠിപ്പിക്കാൻ 1000 ചരിത്രം ഖുർആനിൽ പറഞ്ഞു. അതാണ് ചരിത്രം നൽകുന്ന പാഠം ഞാൻ ആദ്യം ഉണർത്തിയത്. 1000 ചരിത്രം ഖുർആനിൽ അല്ലാഹു നബിക്ക് നൽകി. പ്രവാചകൻ അത് ജനങ്ങൾക്ക് ഓരോന്നും വളരെ ക്രമപ്രവൃത്തമായ നിലയിൽ സാവകാശം
2ഉം 3ഉം പ്രാവശ്യമൊക്കെയാണ് വിവരിച്ചത്. ഇത്രയധികം അംബിയാ മുർസലുകളുടെ ചരിത്രം എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ അതിന് അടിവരയിട്ടൊരു മറുപടി പറഞ്ഞു. ഇബ്റത്തൻ ലക്കും, നിങ്ങൾക്ക് പാഠമാകാൻ വേണ്ടിയാണ്. ചരിത്രം നൽകുന്ന പാഠം എന്താണോ ആ പാഠം നിങ്ങൾക്കുണ്ടാകണം. അതിനാണ് ഈ നബിമാരെയൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അവരുടെ ജനസമൂഹത്തിൻ്റെ ഉത്ഥാന പതനങ്ങൾ പറഞ്ഞു, വളർച്ച തളർച്ചകൾ പറഞ്ഞു, അവരുടെ ഔന്നത്യവും അവരുടെ പരാജയവും എടുത്തു പറഞ്ഞു. അപ്പോൾ അമ്പിയാക്കന്മാരെ പിന്തുടർന്ന ഒരു ജനതയെ അത്ഭുതകരമായി അള്ളാഹു സഹായിച്ച് രക്ഷപ്പെടുത്തി ലോകത്തിൻ്റെ ജേതാക്കളോ അധിപന്മാരോ ഭരണാധിപരോ ഒക്കെ ആക്കി മാറ്റിയതാണ് ഈ ചരിത്രം മുഴുവൻ. ഇവരാരും അല്ലായിരുന്നു, ന്യൂനപക്ഷം ആളുകൾ. പക്ഷെ അവർ പ്രവാചകനോടൊപ്പം ജീവിതത്തിൽ നിലകൊണ്ടപ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവർക്കുണ്ടായത്. അപ്പൊ അതിന്റെ അർത്ഥം നബിയെ മുറുകെ പിടിച്ചു എന്നാണല്ലോ അതിന്റെ ആശയം. അപ്പൊ ബുഖാരിയിലെ ഹദീസ് അതാണ്. എന്നാൽ ഇമാമു ദാറുൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായ ഹദീസ് കിതാബാണ് അൽ മുവത്ത. ലോകത്തെ ആദ്യത്തെ ഹദീസ് എഴുതപ്പെട്ട ഗ്രന്ഥവും അത് തന്നെയാണ്. അതിനു മുമ്പുള്ള ചെറിയ ചെറിയ ലിഖിതങ്ങൾ പല സ്ഥലത്തും ഉണ്ടെങ്കിലും അതൊരു കിതാബ് എന്ന നിലയിൽ മുസ്ലിം ലോകത്ത് അറിയപ്പെട്ടിട്ടില്ല. മുവത്തയാണ് ആദ്യത്തെ. അത് മദീനയിലാണ് അതിൻ്റെ കേന്ദ്രവും. ഇമാം മാലിക് അലൈഹി റഹ്മ ജീവിച്ച വഫാത്തായതും മദീനയിലാണ്. അതിൽ അദ്ദേഹം ഉദ്ധരിച്ചത് ഹജ്ജത്തുൽ വദാഇലെ നബിയുടെ ഖുത്ബയിൽ അതിപ്രധാനമായ ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു. തറക്തു ഫീക്കും അംറൈൻ. ഈ തറക്ക എന്ന വാചകത്തെ ഫീ എന്ന ഒരു അവ്യയവുമായി ചേർക്കുമ്പോൾ 2 കാര്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നു എന്നായി അർത്ഥം. ഞാൻ നിർവഹിച്ച എൻ്റെ ജോലി എന്തായിരുന്നോ അത് ഇനി ഏറ്റെടുത്ത് കൊണ്ടു നടക്കാൻ നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എന്താ കാരണം? ഇനിയൊരു നബി വരാനില്ല. നബി വരാനുണ്ടായിരുന്നുവെങ്കിൽ ആ നബിയാണ് ആ കാര്യം കൈകാര്യം ചെയ്യുക. ഇനിയൊരു നബി വരാത്തതിനാൽ നിങ്ങളെ ആ കാര്യം ചുമതലപ്പെടുത്തുന്നു. 2 കാര്യമാണ്. അതിലൊന്ന് ലൻ തളില്ലു ഇൻ തമസ്സക്തും ബിഹിമാ. അത് 2ഉം നിങ്ങൾ അവലംബിച്ചാൽ. മസ്സക്ക എന്ന വാചകത്തിന് ഇൻ തമസ്സക്തും ബിഹിമാ എന്ന ആ വാക്കിന് അനുഭവം എടുത്താൽ എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. വെറുതെ 2 കിതാബും കയ്യിൽ വെച്ച് നടന്നാൽ പോരാ, അത് ജീവിതത്തിൽ അനുഭവപ്പെടുത്തണം. അങ്ങനെ അനുഭവപ്പെടുത്തിയാൽ ലൻ തളില്ലു, നിങ്ങൾ ഒരിക്കലും നമ്മുടെ ഈ ദീനിൽ നിന്ന് വെളിയിൽ പോവില്ല. നിങ്ങൾ ഈ ദീനിൽ തന്നെയായിരിക്കും. 1 അല വഹിയ കിതാബുള്ള, അത് അള്ളാഹുവിൻ്റെ കിതാബാണ്. 2 വസുന്നത്ത നബിയിഹി, അള്ളാഹുവിൻ്റെ ദൂതന്റെ ജീവിത വഴിയുമാണ്. നബിയുടെ ആ ജീവിതം 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ നബിയുടെ ജനനം നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് രണ്ടാമത് 40 കൊല്ലം കഴിയുമ്പോഴാണ് വേറൊരു പോയിന്റ് വരുന്നത്. ഒരു ജംഗ്ഷൻ അവിടെയാണ്. നുബുവത്ത് ലഭിച്ചു, ഖുർആനിന്റെ 1-ാം കൽപ്പന. പിന്നെ ആദ്യത്തെ 2 വർഷം, അപ്പോൾ 42 വയസ്സാവും. വളരെ സ്വകാര്യമായി തൊട്ടടുത്ത ആളുകളോട് തൻ്റെ ദൗത്യത്തെ കുറിച്ച് അറിയിക്കുക. അത് സിദ്ദീഖുൽ അക്ബറിനോട് റളിയല്ലാഹു അൻഹു, ഖദീജ ഉമ്മുൽ മുഅ്മിനീൻ അലൈഹി റഹ്മയോട്, അലി ഇബ്നു അബീ താലിബിനോട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ പറഞ്ഞു. 42 കൊല്ലം കഴിഞ്ഞ 42 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇത് പരസ്യമായി. അത് പരസ്യപ്പെടുത്തണം എന്നായല്ലോ കൽപ്പന. അപ്പോൾ ആളുകളുടെ മുൻപിൽ പരസ്യപ്പെടുത്തി. അത് ഗോത്രങ്ങളായി ഭിന്നിച്ച് ഭിന്നതയിൽ നിലനിന്ന് അവരുടെ രാജ്യവും നശിപ്പിച്ചു, അവരെയും നശിപ്പിച്ച് ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗമാണ് അറബ് ലോകത്തുള്ളത് മുഴുവൻ. എപ്പോഴെങ്കിലും ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തിരിക്കുന്ന ഒരാൾക്ക് 40 എക്സിറ്റുകളുണ്ട്. മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞു പോകാവുന്ന 40 സ്ഥലത്തേക്ക്.
ആ 40-ൽ 30 എണ്ണവും ഗോത്രക്കാരുടെ പേരാണ്. അറബ് ലോകം ഒന്നടക്കം ഗോത്രവർഗങ്ങളാണ്. അതിൽ ഖുറൈശി ഗോത്രമാണ് ഏറ്റവും വലുത് മക്കത്തുണ്ടായത്. മറിച്ച് ഹുനൈനി യുദ്ധം നടന്ന പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ ഹവാസിൻ ഗോത്രക്കാരാണ്. അവരുടെ കീഴിലാണ് ബാക്കി എല്ലാ ചെറിയ ഗോത്രങ്ങളും. അവർ മുമ്പിൽ നിൽക്കി ഇവരെയൊക്കെ ഒരുമിച്ച് കൊടുക്കും. അങ്ങനെയാണ് ഹുനൈനി യുദ്ധം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഗോത്രവർഗങ്ങളായി കലഹിച്ചും ഏറ്റുമുട്ടിയും അക്രമം നടത്തിയും ശത്രുത രാപകൽ ഭേദമന്യേ അതിനു വേണ്ടി ജീവിച്ച ആ ജനതയെ അള്ളാഹുവിന്റെ റസൂല് ഈ 42 വയസ്സ് മുതൽ 53-ാമത്തെ വയസ്സിലെത്തുമ്പോഴേക്കും എല്ലാ പീഡനങ്ങളും ക്രൂരമായ അക്രമങ്ങളും എന്തെല്ലാം ബഹിഷ്കരണങ്ങൾ, പരിഹാസങ്ങൾ, നാടുവിടൽ ഇതൊക്കെ ഉണ്ടായിട്ടും അടിയുറച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന 200-ലധികം ശക്തരായ സഹാബികളെ നബിയോടൊപ്പമാക്കാൻ കഴിയും. അപ്പൊ മിഅ്റാജ് വരെ കഴിയും. ഇനി നമ്മൾ മദീനയിലെത്തുകയാണ്. നബിയെ നിങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ചു നോക്കുക. വെറുതെ മദീനയിലെത്തി കഴിയുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ 2 ഗോത്രം ഈ ഔസും ഹസ്റജും. അവരുടെ പണി പരസ്പരം എല്ലാ ദിവസവും അവർ ആക്രമിക്കും. അതിന് കാരണമൊന്നും വേണ്ട. ചില വീടുകളിൽ ഈ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ കലഹം ഉണ്ടാവുക എന്ന് പറയില്ല. ഒരു കാര്യമില്ലെങ്കിലും അമ്മായിയമ്മയ്ക്ക് തോന്നും എന്തെങ്കിലും 4 വാക്ക് അവളോട് പറയണം. അപ്പൊ അതിനെന്ത് ചെയ്തു വെച്ചാൽ ഒരു സ്ത്രീ വറക്കണ കലം അടുപ്പത്ത് വെച്ചിട്ട് നാഴി എടുത്ത് അതിനകത്ത് ഇളക്കിക്കൊണ്ടിരുന്നു, തീ കത്തിച്ച. ഇവിടെ വന്ന് നോക്കിയപ്പോ എന്താ ഉമ്മായി ചെയ്യണേ, എന്താ നിങ്ങൾക്ക് പറ്റിയേ? ഞാൻ എൻ്റെ വീട്ടിൽ നാഴിയും വറക്കും ഇടകഴിയും വറക്കും, നീ ആരാ ചോദിക്കാന്ന് പറഞ്ഞാൽ ആക്രമം, ദേഷ്യപ്പെടൽ, ചീത്ത വിളിക്കൽ. അപ്പൊ ഈ ഔസ് ഹസ്റജിന്റെ ഏർപ്പാട് എന്താന്ന് ചോദിച്ചാൽ താരീഖ് അർ റസൂൽ ഇമാം ഖുദരി ബക്കു ഹാഫിദ് സുയൂത്തി അലൈഹി റഹ്മ എഴുതിയ താരീഖ് റസൂലിൽ ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരു കാരണവും വേണ്ട, നേരെ വെളുത്ത അവർ പരസ്പരം നോക്കിയാൽ ഉടനെ അതിന്റെ പേരിലാവും ശത്രുത, വഴക്കടിക്കൽ, ചീത്ത വിളിക്കൽ, ശപിക്കൽ, പിന്നെ അവരുടെ കാർന്നവന്മാര് അങ്ങനെ അവരെ കുറിച്ച് പറയും. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ വിരചിതമായ എല്ലാ കാവ്യവും എല്ലാ കവിതയും അറബി കവിതകൾ അവരുടെ വാപ്പാടെ വാപ്പ ഇങ്ങനെ പുറകോട്ട് എത്ര പേരെ അനാവശ്യം പറയാമോ അതെല്ലാം പറയും. അപ്പൊ തിരിച്ചു അവര് പറയും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും അവർക്ക് ഏറ്റുമുട്ടാതെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ നബി മദീനയിലെത്തി 2 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ അവരെ ഒരുമിപ്പിക്കുക. നിങ്ങളുടെ മനസ്സുകളെയാണ് അല്ലാഹുവിന്റെ റസൂൽ ബന്ധിപ്പിച്ചത്. ഖുർആൻ പറഞ്ഞത് ആ ബന്ധം എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ മനസ്സുകളെ കോർത്തിണക്കി. അങ്ങനെ കോർത്തിണക്കിയപ്പോൾ അവർ എന്തൊന്നില്ലാത്ത ഒരു ഊർജം അവരനുഭവിച്ചു, ഒരാശ്വാസം, ഒരു ജേതാക്കളുടെ ഭാവം അവർക്കുണ്ടായി. എന്നിട്ട് ഖുർആനിന്റെ കാര്യം നിങ്ങൾ നിങ്ങൾ ഒരിക്കലും സൂറത്തുൻ നഹ്ൽ ഒരു ചെറിയ നിർദ്ദേശമാണ്, നിങ്ങൾ ഒരിക്കലും കയറ് പിരിച്ച ഒരു പെണ്ണിനെ പോലെയാവില്ല. കയറ് ഓരോ ചെറിയ നാരുകൾ ചേർത്താണ്, അല്ലെങ്കിൽ നൂറ്റ് ഉണ്ടാക്കുന്ന ഒരു പെണ്ണിനെ പോലെയാവില്ല. അവൾ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ അത് പരസ്പരം പിരിച്ച് വലിയ കയറായി. അപ്പൊ എത്രയോ ആക്സിൽ എടുക്കാൻ പറ്റുന്ന ഭാരമുള്ളത് പോലും ഈ ഒരു ചെറിയ ടൊയിൽ ഉപയോഗിച്ച് പൊക്കാം. ഇതിനാണ് ശക്തി. ലക്ഷക്കണക്കിന് ടണ്ണുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനല്ല, അതിനെ പോലും നിലനിർത്താം, ഉയർത്താം, ചലിപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഇവള് വൈകുന്നേരം വരെ കയറി പിടിച്ചിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അതിങ്ങനെ അടിക്കും. അതിന്റെ ശക്തി പോയത്. ഖുർആൻ രണ്ടാമത് അവരോടൊരു കാര്യം പറയും. അതൊക്കെ ചെറിയ നാടൻ ശൈലിയാണ് ഇപ്പൊ ഈ ഉപയോഗിക്കുന്ന ഖുർആനിന്റെ ഈ വാക്ക്. ലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാതിരുന്നാൽ മതി. എന്താ കാരണം? അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും എന്ന് പറയാൻ പാടില്ല.
ലാ തഫ്ശൽ ഫതഫ്ശല ഫതദ്ഹബ റീഹുക്കും. ഇതാണ് ഖുർആൻ ഉപയോഗിച്ച വാചകം. നിങ്ങൾ വിവിധങ്ങളായി മാറിയാൽ നിങ്ങളുടെ കാറ്റ് പോകും. ഒരു ചെറിയ ഊതുന്ന ഒരു കാറ്റെങ്കിലും നിങ്ങളായി നിലനിൽക്കണമെങ്കിലല്ലേ ആ കാറ്റ് വേറൊരാൾക്ക് പ്രയോജനമാവും. മറിച്ച് നിങ്ങൾ ഭിന്നിക്കാതിരുന്നാൽ നിങ്ങളൊരു ശക്തമായ കൊടുങ്കാറ്റാവും, അതിലെല്ലാം കടമുഴങ്ങി പോകും. ഇല്ലെങ്കിൽ ഈ കാറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും, പിന്നെ വെറും ജീവച്ഛവം. അത് അല്ലാഹുവിന്റെ റസൂൽ ഉദാഹരണം പറഞ്ഞത്, ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ ഒരുപാട് മരവും തടികളും ഫർണിച്ചറും സാമഗ്രികളും വീടൊക്കെ ഇങ്ങനെ ഒഴുകി പോവുക. ഈ മലവെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ചണ്ടികളെ പോലെ നിങ്ങളാകരുത്. നിൽക്കാനും സ്ഥലമില്ല, പിടിക്കാനും ഒന്നുമില്ല. അതിങ്ങനെ ആ ഒഴുക്കിനൊത്തിങ്ങനെ ഒഴുകിയാണ് പോകും. അപ്പൊ ആർക്കും കരയിൽ അടുപ്പിക്കാൻ നിങ്ങളെ. എന്താ ഇതിന്റെ കാരണം? നിങ്ങൾ ഒരുമിച്ച് ഒരു കാരണവശാലും മുസ്ലിമീങ്ങൾക്ക് നിൽക്കാൻ കഴിയാതെ വരുന്നു എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ യൂസുഫുൽ കർളാവി മർഹൂം, അദ്ദേഹം ഈ നൂറ്റാണ്ടിൽ ജീവിച്ചൊരു നല്ലൊരു പണ്ഡിതനും ഒരു കവിയുമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു നല്ലൊരു കവിതയുടെ ഒരു വാചകമുണ്ട്. യഹ്വത്തുൻ നഹ്നു ബിഹി മുഖ്തലഫൂൻ മുസ്ലിമൂന മുസ്ലിമൂന മുസ്ലിമൂൻ. ഈ ദീൻ നമ്മളെ കൂട്ടിയണക്കുകയത് മുഖ്തലഫൂനാണ്. യഹ്വത്തുൻ നഹ്നു ബിഹി മുഖ്തലഫൂൻ. നമ്മളെങ്ങനെയാണ് ഇണക്കി പിരിക്കുക, ശക്തി ഉണ്ടാകുകയാണ്. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി വരുന്നൊരു രൂപമാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ മുസ്ലിമുകളെ ലോകത്തുള്ള എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആ കവിത. കുറെ ഉണ്ടാവാം. യാ അഖീ ഫിൽ ഹിന്ദി ഔ ഫിൽ മഗ്രിബി ഇന്നഹുൽ ഇസ്ലാമു ഉമ്മി വ അബി ലാ തസൽ അൻ ഉൻസുരി ഔ നസബി. ഇങ്ങനെ അദ്ദേഹം വിലപിക്കുന്ന ഒരു വിലാപകാവ്യം കൂടിയാണ്. വലിയ സന്ദേശം നൽകുന്ന, ഇന്ത്യയിലും മൊറോക്കോയിലും ജീവിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, സാഹോദര്യമാണ് നമ്മളെ കോർത്തിളക്കിയത്. ആ സഹോദരങ്ങളെ വിളിച്ചിട്ടാണ് എൻ്റെ കുടുംബം നീ ചോദിക്കരുത്. കാരണം നമ്മുടെ കുടുംബം ഇസ്ലാമാണ്. അതാണ് വാപ്പയും ഇസ്ലാമാണ്, ഉമ്മയും ഇസ്ലാമാണ്. അത് നമ്മളെല്ലാവരും ഒന്നായില്ലേ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു ഗൗരവമായ കരുതൽ വേണം. അത് മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ജീവിക്കുമ്പോൾ നബിയുടെ വീട് അതിനകത്ത് തന്നെ ഒരു സൈഡിലാണ്. നമ്മൾ ഈ റൗള ഖബറാണെന്ന് പറഞ്ഞാണ് ഈ ആൾക്കാരൊക്കെ അവിടെ പോണത്. റൗള ഖബറല്ല, അത് സ്വർഗമാണ്. അതല്ല നമ്മുടെ വിഷയം. അപ്പൊ നബിയുടെ വീടിന് കാവൽ നിന്നിരുന്നു സഹാബികൾ. എന്തിനാ കാവൽ നിന്നത്? ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ. വളരെ ചെറിയൊരു കാർന്നവന്മാർ പറയുന്നൊരു വാക്കുണ്ട്, വേറൊരാളുടെ കൈ തലയ്ക്ക് വെച്ചിട്ട് തലയണയായി ഉപയോഗിച്ച് ഉറങ്ങരുത്. എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവർക്ക് തോന്നുമ്പോൾ കൈ എടുത്തുകൊണ്ട് തല താഴ്ചാടും. മനസ്സിലാകാത്ത ആരുമില്ലല്ലോ. നബിക്ക് കാവൽ നിന്ന് സഹാബികളുടെ ഓരോ വീടുകൾ മാത്രമല്ല, മദീനയുടെ അതിർത്തിയിൽ കാവൽ ഏർപ്പെടുത്തി. അവരെയും അവരുടെ രാജ്യത്തെയും അവരുടെ സംസ്കാരത്തെയും അവരുടെ ദീനിനെയും രക്ഷിക്കണം. അവർക്കിടയിൽ ഭിന്നതയുണ്ടായാൽ ഒരു വിഭാഗം ആരെങ്കിലും സഹായത്തിന് വിളിക്കും, അപ്പൊ മറ്റേ വിഭാഗം വേറെ ആളെയും വിളിക്കും. അങ്ങനെ ആരെയൊക്കെ വിളിച്ചോ, ഈ പഞ്ചതന്ത്രം കഥയിലെ കലീലാവതിമുന എന്നൊരു ചെറിയ പുസ്തകം പഠിപ്പിക്കാനുണ്ട് കുട്ടികളെ. ഞാനൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാലത്ത് അതാണ് പഠിപ്പിക്കുന്നത്. അത് ഭാരതത്തിലെ പഞ്ചതന്ത്ര കഥയാണ്. അത് അറബിയിലേക്ക് മൊഴിമാറ്റം വരുത്തിയതാണ് കലീലാവതിമുന. ശത്രുവിനെ നമ്മൾ കൂട്ടുപിടിക്കും. നമ്മൾ കൂട്ടുപിടിച്ചത് അവനെ എതിരിടാൻ വേണ്ടിയാണ്. അവനും ശത്രുവിനെ കൂട്ടുപിടിക്കും. അവന്റെ വിചാരം നമ്മളെ നേരിടാൻ അവന്റെ കഴിവ് മതി എന്നാണ്. അവസാനം അവര് രണ്ടും കൂടി നമ്മളെ ഇല്ലാതാക്കും. ഇപ്പൊ ലോക അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഗതികേട് അവിടെയാണ്. ഒരു രാജ്യത്തിനും നിൽക്കാൻ കഴിയില്ല. അങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? അവർ സ്വയം ശക്തരായിരിക്കണം. അവർക്ക് പേടി ആരെയാ?
സാഹോദര്യത്താൽ ഇണക്കപ്പെട്ട മുസ്ലിം സമൂഹം തൊട്ടടുത്ത് താമസിക്കുന്നു. അവരെയാ പേടി, അവരാക്രമിക്കും ഞങ്ങളെ. അവരെ തടയാൻ എന്ത് വേണം? നീ ഞങ്ങളുടെ മണ്ണിൽ എപ്പോഴും ഉണ്ടാണ്. എല്ലാ സന്നാഹവും ഇരിക്കുന്നില്ല. നാടിൻ്റെ എല്ലാ വരുമാനത്തിൻ്റെയും ഒരു 70% നിങ്ങൾക്ക് തന്നേക്കാം. 30% കൊണ്ട് ഞങ്ങൾ ജീവിച്ചോളാം. സർവ്വസ്വാതന്ത്ര്യം. ഇസ്ലാം വിലക്ക് കൽപ്പിച്ച ഹലാൽ ഹറാമൊന്നുമില്ല. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായാൽ മതി. ഇത് തന്നെയല്ലേ ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, എല്ലാവരും കൂടി ദോഹയിലേക്ക് പോയി കോഴി ബിരിയാണി തിരിച്ചു പോകും. ഇന്ന് നമ്മളോട് ഗദ്ദയ്ക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചൊരു ദിവസമാണ്. എൻ്റെ വാക്ക് അധികമായതല്ല. വളരെ ലളിതമായി ഖുർആൻ പഠിപ്പിച്ച ചില തത്വങ്ങൾ മുസ്ലിമുകൾ ഇത് തങ്ങളോടാണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നീ നിന്റെ ലക്ഷ്യം ഒരു വളവും വക്രതയും ഇല്ലാത്ത ദീനിലേക്കാക്കണം. ഫിത്രത്തുല്ലാഹില്ലത്തി ഫഖറന്നാസ അലൈഹ, മനുഷ്യരെ അതിന് പാകപ്പെട്ട നിലയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ലാ തബ്ദീല ലി ഖൽഖില്ല, മനുഷ്യ സൃഷ്ടിപ്പിൽ അല്ലാഹു നൽകിയ പ്രകൃതമുണ്ട്, അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് നിലനിൽപ്പുള്ള ദീൻ. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധികം ആളുകൾക്കും ഇത് അറിഞ്ഞുകൂടാന്ന് മാത്രമേ ഉള്ളൂ. ഈ ദീൻ വളരെ പ്രബലമാണ്, ശക്തമാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ഖാദിസിയ യുദ്ധത്തിന് പുറപ്പെടുന്നത്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നബി വളർത്തിയ സഹാബികളിൽ വലിയ പ്രമുഖനാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അംർ ബിൻ ആസ്. ഏഷ്യ വിട്ടുകഴിഞ്ഞാൽ ഒന്നാമത്തെ പള്ളി ആഫ്രിക്കൻ യൂറോപ്യൻ രാജ്യത്തെ ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത് മസ്ജിദ് അംർ ബിൻ ആസ് ആണ്. അദ്ദേഹം ഖാദിസിയയ്ക്ക് വേണ്ടി പുറപ്പെട്ടത് തന്നോടൊപ്പം പ്രമുഖരായ സഹാബികളുടെ കൂടെയാണ്. അവരൊരു നിരയായിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് യൂഫ്രട്ടീസും ടൈഗ്രീസ് നദിയൊക്കെ ഇവർക്ക് തടസ്സമായി വഴിയിൽ. അങ്ങോട്ട് കടക്കണമല്ലോ മറുകരയിലേക്ക്. അപ്പൊ അംർ ബിൻ ആസ് ഈ കരയിൽ നിന്ന സഹാബികളെ നോക്കിയിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. അത് താരീഖ് തബരിയിൽ ഇമാം തബരി ആ വാക്കെടുത്ത് ഉദ്ധരിക്കുന്നു. നമ്മളെയൊക്കെ വളരെ കോരിത്തെരിപ്പിച്ച വാചകമാണ്. അദ്ദേഹം ആരൊക്കെയാണ് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളതെന്ന് ചോദിച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി. എൻ്റെ കൂടെ ഇപ്പൊ ആരൊക്കെയാ ഉള്ളതെന്ന് ഇങ്ങനെ ഓരോ രാജ്യത്തിനും നോക്കാൻ കഴിയണം. അപ്പൊ പറഞ്ഞു ഇത് അലിയും, ഇങ്ങനെ ഓരോ സഹാബികളുടെ പേര് പറയണം അദ്ദേഹം. നിങ്ങളൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഈ ദീൻ ഈ പ്രകൃതിയുടെ മുൻപിൽ മുട്ടുമടക്കി തിരിച്ചു പോയിട്ടില്ല. അത് മരമായിരുന്നാലും പുഴയായിരുന്നാലും അഗ്നിയായിരുന്നാലും പർവ്വതമായിരുന്നാലും കൊടുങ്കാറ്റായിരുന്നാലും ഈ ദീൻ അതിനെ കവച്ചു വച്ചിട്ടേ ഉള്ളൂ. ഇത് എന്ന് പഠിപ്പിച്ചാന്നറിയോ? 4-7 ആള് മക്കത്തുള്ള കാലത്ത് കഅബയുടെ തൊട്ടരികിൽ, നമ്മൾ ചരിത്രം വായിക്കുമ്പോഴാണ് ഈ സ്ഥലം നമ്മൾ കാണുന്നത്. ദാറുൽ അർക്കമിൽ നബി ഇരിക്കുകയാണ്. നബി അതിനകത്തുണ്ട് എന്നറിഞ്ഞാൽ പോലും ഭീതിയാണ്, കൊല്ലാൻ ആളുകൾ. അങ്ങനെ ഇരിക്കുന്ന 4-3-7 സഹാബികൾ മാത്രം വലയം ചെയ്തിരിക്കുമ്പോഴാണ് നബി പറഞ്ഞത്, ഇതിൽ കിതാബിന്റെ ആൾക്കാരെങ്കിലും ഉണ്ടോ, മറ്റു മതസ്ഥരുണ്ടോ? ഇല്ല. വാതിലൊക്കെയാണ് അടച്ചത്. ദാറുൽ അർക്കമിന്റെ വാതിലടച്ചു. എന്നിട്ട് നബി പറഞ്ഞു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. തംലകു ലക്കും അൽ അറബ വൽ അജമ, അറബുകളെ മാത്രമല്ല ഈ കലിമക്ക് കീഴ്പ്പെടുത്തുക, അറബുകളല്ലാത്തവരെയും കീഴ്പ്പെടുത്തുക. എന്തു വേണം? നിങ്ങളിത് പറയണം. അംർ ബിൻ ആസ് പറഞ്ഞു, നമുക്ക് നമ്മുടെ റസൂല് പറഞ്ഞൊരു ശക്തിയുണ്ട്, നിങ്ങളല്ലേ എൻ്റെ കൂടെ ഉള്ളത്. ഈ ദീൻ ആരുടെ മുമ്പിലും മുട്ടുമടക്കിയിട്ടില്ല, നമ്മൾ തിരിച്ചും പോയിട്ടില്ല, നമുക്കങ്ങോട്ട് പോകാം. അപ്പോഴാണ് റുസ്തമിന്റെ അനുയായികൾ മറുകരയിൽ, മനുഷ്യരല്ല ഈ വെള്ളത്തിന്റെ മുകളിലൂടെ വന്നത്. മനുഷ്യർക്ക് വെള്ളത്തിന്റെ മുകളിൽ വരാൻ പറ്റുന്നുണ്ടോ? അവര് ഉൾക്കിടിലല്ല, ഭയന്ന് മോഹാലസ്യപ്പെട്ടു യോദ്ധാക്കൾ ആയിരക്കണക്കിന്.
ഈ ദീനിന്റെ മുന്നേറ്റമാണ്. പക്ഷെ എൻ്റെ കൂടെ ആരുണ്ടെന്ന് ചോദിച്ചാൽ ഇറാന്റെ കൂടെ ആരുമില്ല. കാരണം അവൻ ഷിയാണെന്ന് പറയും. ഇവൻ സുന്നിയാണ്. ആ സുന്നി നമ്മുടെ സുന്നിയല്ല, വേറെ സുന്നിയാണ്. കടുപ്പമുള്ള സുന്നിയുണ്ട്, കടുപ്പം കുറഞ്ഞുണ്ട്, ചായ പോലെയാണ്. എന്നോട് ക്ഷമിക്കുക. ഈ പിന്നിലോട്ട് നോക്കിയാൽ ആരുമില്ല. പിന്നെ അങ്ങനെ മുന്നോട്ട് പോകും? എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് പിന്നിലേക്ക് നോക്കിയപ്പോൾ ആരുമില്ല. നമുക്ക് ചായ കുടിച്ച് പിരിയാൻ തോന്നുന്നു. ഇത്ര ദയനീയത. അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചൊരു പാഠം ഉൾക്കൊള്ളാൻ മുസ്ലിം ലോകത്തിന് കഴിയാതെ വന്നപ്പോൾ അവർ പതിതരായി ആട്ടിപ്പായിക്കപ്പെടുന്ന വെറും മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന വലിയ ജനക്കൂട്ടമാണ്. ചണ്ടികളായി മാറി. ജനക്കൂട്ടമായിട്ട് എന്ത് കാര്യം? ഈ ഒരവസ്ഥയിൽ ഈ റബീഉല്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ പഠിക്കേണ്ട ഒരു മാസമായിരുന്നു. അങ്ങനെ നബിയുടെ ജീവിതത്തെ പിന്നിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ മുന്നോട്ട് പോകാൻ കഴിയും. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.